ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പരിപാടിക്ക് കൊണ്ടുവന്ന ചിക്കനിലെ കുറച്ച് പാർട്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയാണ് സംഭവം. അപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്സൊക്കെ നല്ലപോലെ ആദ്യം ഒരു വെള്ളത്തിൽ മാത്രം കഴുകിയെടുത്ത ശേഷം ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് മാത്രമേ പിന്നീട് നമ്മൾ നല്ലപോലെ 5-6 വെള്ളത്തിൽ കഴുകുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ വെച്ചിട്ട് തണുപ്പും കാര്യമൊക്കെ ആയതുകൊണ്ട് അതൊന്ന് വിട്ടിട്ടാണ് ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തേ. ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണ്ടേ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ പാർട്സ് ഒന്നും അങ്ങനെ കടയിൽ നിന്ന് അധികം വാങ്ങിയിട്ട് കഴിച്ചിട്ടില്ല ഇതുവരെയും. കാരണം എനിക്കെന്തോ അത് എനിക്കിഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഒത്തിരി കഴുകി വൃത്തിയാക്കി എന്നല്ല അതൊക്കെ ആക്കിയിട്ടല്ലേ കഴിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതുപോലെ കക്ക ഇറച്ചിയൊക്കെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാൻ എന്തോ ഒരു മടി പോലെ. ബാക്കി എന്ന് വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ കഴിക്കില്ല എന്നല്ല കേട്ടോ, എല്ലാം കഴിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വീട്ടിലുണ്ടാക്കിയാൽ മാത്രമേ അധികം കഴിക്കുള്ളൂ. അപ്പോൾ അവൻ ആൻറ്റിയുടെ മോനോട് ഉണ്ട് കേട്ടോ, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് സംഭവം ഉണ്ടാക്കണേ. അപ്പോൾ ഞാനും കത്തി വെച്ചിട്ട് ഇതെങ്ങനെ മുറിക്കാമെന്ന് കിട്ടുന്നില്ല. അവൻ കത്രയും കൊണ്ടും നല്ല പീസാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് സാധനങ്ങൾ കളയാനാണ് ഏറ്റവും കൂടുതൽ പണി. അതാണ് കൂടുതലുണ്ടായിരുന്നത്. സഞ്ചി അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പോൾ അതും കളഞ്ഞ് റെഡിയാക്കി. പിന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിടണം, എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പേരുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തികയണ്ടേ സാധനം. അതുകൊണ്ട് നല്ലപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മസാലയും കാര്യങ്ങളും ഒന്നും വേണ്ട. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ തന്നെ നല്ല പോലെ, കാരണം ഒരുപാട് സമയം നമ്മളിങ്ങനെ വരട്ടിയെടുക്കാനുള്ള ടൈം മാത്രമേ വേണ്ടുള്ളൂ. ബാക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇതാണ്ടേ മുറിച്ച് പീസാക്കിയ ശേഷം കഴുകാണ്. ഒത്തിരി വെള്ളത്തിൽ കഴുകിയിട്ടോ. കഴുകി ഞാൻ കുറേ വെയിലായിരുന്നു, നട്ടുച്ച വെയിലും. എൻ്റെ സൗണ്ടും എല്ലാം പോയി വെയിൽ കൊണ്ടിട്ട്. കാരണം അല്ലാത്ത ദിവസം വെയിലങ്ങനെ അടിക്കുന്നില്ല. ഇപ്പോഴത്തെ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ ചൂടാട്ടോ. ഭയങ്കര നല്ലപോലെ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കണം. നല്ല ചൂടാണ്. സ്റ്റാർട്ടായി. മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലായിടത്തും വെള്ളവും കാര്യമൊക്കെ ഉണ്ടാവും തന്നെ ഡൗട്ടാണ്. അമ്മാതിരി ചൂടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടി കഴുകിയെടുത്ത് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവൻ ഉള്ളിയൊക്കെ അരിയുണ്ട്. അപ്പം നമ്മൾ വലിയ ഉരുളി എടുത്തിട്ട് പുറത്ത് തന്നെ അടുപ്പ് കൂട്ടിയിട്ടോ. അപ്പോൾ ഇന്നലെ ആവശ്യത്തിന് എടുത്ത എണ്ണ ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അത് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പിന്നീട് നമ്മൾ അതിനകത്തേക്ക് വേഗം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിനകത്തേക്ക് ഇടണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തന്നെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയുക കാറ്റും ഇതൊക്കെ കൊണ്ടിട്ട് കുക്ക് ചെയ്യാൻ അടിപൊളി രസമാട്ടോ. എപ്പോഴും വീട്ടിനകത്ത് നിന്നല്ലേ വെക്കണേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് പുറത്തുനിന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നലെയൊക്കെ അടുപ്പ് കൂട്ടിയ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാവും ചെയ്യും, കത്തി പിടിക്കും. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് പിള്ളേരൊക്കെ ഇളക്കാൻ വേണ്ടി വാശിയാട്ടോ. ഓരോരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ത്രില്ലിലാണ് സംഭവം. അപ്പം അങ്ങനെ നല്ലപോലെ വഴച്ചെടുത്തിട്ട് ഇന്നലത്തെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ എടുത്തതിൽ തന്നെ മസാല ഉണ്ടായിരുന്നു. ഉള്ളിയും തക്കാളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചത് അടച്ച് വെച്ചാട്ടോ ഫ്രിഡ്ജിൽ. ഇന്നലെ നമ്മൾ നെയ്ച്ചോറിന് ചിക്കൻ കറിക്ക് എടുത്ത സംഭവം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയെ കിടന്ന് അങ്ങോട്ട് പൊരിയട്ടെ. ഞാൻ ചൂടടിക്കാൻ എനിക്ക് ഭയങ്കര പുകയിട്ടിട്ടുണ്ട്. ഇന്നലെയും പുക കൊണ്ട് ഇന്നും പുക കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലായിരുന്നു ഇന്നലെ. തുമ്മി ഒരു വിധായിനി. പിന്നെ ചില സമയത്ത് അങ്ങനെയൊക്കെയാണ്, കാലാവസ്ഥേൻ്റെ കൂടി ഉണ്ട് കേട്ടോ. തണുപ്പാണെങ്കിൽ തണുപ്പിൻ്റെ എന്ന് പറയാം, ചൂടാകുമ്പോഴത്തേക്ക് ചൂടിൻ്റെ എന്ന് പറയാം. എങ്ങനെയാണെങ്കിലും കണക്ക് തന്നെ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. അത് എരിവും കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് അതൊരു 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ പാർട്സ് മെയിനായിട്ടുള്ള ഐറ്റംസ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് വെള്ളമൊന്നുമില്ലാതെ വാരിയെടുത്ത് ചിക്കൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ തന്നെ എടുത്തിട്ട് ഞാൻ വീഡിയോ പിടിച്ചു. കുറച്ച് സമയം അവർ തന്നെ ഇളക്കി മിക്സൊക്കെ ചെയ്ത് പിള്ളേർ തന്നെ. അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഇതാവുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെ കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം കൂടി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടാൽ ബീഫാണെന്നൊക്കെ തോന്നും, പക്ഷേ ചിക്കൻ്റെ പാർട്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ.